റോഷൻ മാത്യുവിനെ നായകനാക്കി എം പത്മകുമാർ സംവിധാനം ചെയ്ത ഉയിർ എന്ന് പറയുന്ന സിനിമ ഇന്ന് തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ആ സിനിമയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് പങ്കുവെക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമയിലേക്ക് വന്നാൽ എം പത്മകുമാർ ഒരുപക്ഷെ ഇന്ന് മലയാളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സംവിധായകരിൽ ഒരാളാണ്. 1988 ഹരിഹരൻ്റെ അസോസിയേറ്റ് ആയിട്ടാണ് ശ്രീ എം പത്മകുമാർ സിനിമാ രംഗത്തേക്ക് വരുന്നത്. അതിനുശേഷം IV ശശി, ഷാജി കൈലാസ്, രഞ്ജിത്ത് പോലെയുള്ള മലയാളത്തിൻ്റെ ടോപ്പ് മോസ്റ്റ് സംവിധായകരുടെയൊക്കെ അസോസിയേറ്റ് ആയിരുന്നു എം പത്മകുമാർ. സ്വന്തം സംവിധായകനാവുന്നത് 2003 അമ്മക്കിളിക്കൂട് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അപ്പോൾ പത്മകുമാറിൻ്റെ ഒരു ഫിലിമോഗ്രഫി നോക്കിയാൽ നമുക്കറിയാം, അദ്ദേഹം എപ്പോഴൊരു സ്ലോ പേസ് സിനിമയുടെ ഒരു ശൈലിയാണ് എപ്പോഴും പിന്തുടരുന്നത്. ഒരുപക്ഷെ പുതിയ കാലത്തിൽ അത്ര പോപ്പുലർ അല്ലാത്ത, അല്ലെങ്കിൽ പുതിയ കാലത്ത് അത്ര ഒരു വലിയ ഫാൻസ് കുറവായിട്ടുള്ള ഒരു ജോണറും കൂടിയാണ് ഈ സ്ലോ പേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജോസഫ്, 10ാം വളവ് പോലെയുള്ള സിനിമകളൊക്കെ. പിന്നെ ഉയിർ എന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും പ്രേക്ഷകരോട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉള്ള ഒരു ക്രൈം സോഷ്യൽ ഡ്രാമയാണ് ഉയിർ എന്ന് പറയുന്നത്. റോഷൻ മാത്യു ആണ് ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. റോഷൻ മാത്യു ഒരുപക്ഷെ അയാളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ ഈ ചിത്രത്തിൽ പറയാം. ഒരു പ്രൊബേഷൻ പീരീഡിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ശരീരഭാഷയും ഡയലോഗ് ഡെലിവറിയും എല്ലാം അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സിനിമയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ ക്രൈം ഡ്രാമ മൂവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ക്രൈം നടക്കുന്നു, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്നതിനപ്പുറത്തേക്ക് ജോസഫിലൊക്കെ ഉള്ള പോലെ വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചില വസ്തുതകൾ സിനിമ തുറന്ന് കാണിക്കുന്നുണ്ട്. ഒരു ബിറ്റർ ട്രൂത്ത് എന്ന് നമ്മൾ പറയുന്ന അങ്ങേയറ്റം സമൂഹത്തിൽ നിലനിൽക്കുന്ന, എന്നാൽ നമ്മൾ പലരും കണ്ടില്ലെന്നൊക്കെ നടിക്കുന്ന ചില വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സംവിധായകനും സംഘവും ശ്രമിക്കുന്നുണ്ട് ഈ സിനിമയിലൂടെ. ഷാജി മാറാടും നിഖിൽ കെ മേനോനും ചേർന്നിട്ടാണ് സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. ഷാജി മാറാട് നേരത്തെ ഇലവിഴ പുഞ്ചിറ പോലെ വളരെ അധികം ചർച്ച ചെയ്ത ആളാണ്, സിനിമ ചെയ്ത ആളാണ്. നിഖിൽ കെ മേനോനും നേരത്തെ സിനിമ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം മ്യൂസീഷ്യനാണ്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻസ് എന്ന് പറയുന്നത് കണ്ണൂർ, കുടക്, മുംബൈ. അപ്പോൾ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. അങ്ങനെ അജയ് ഡേവിഡ് കാച്ചിപ്പള്ളിയാണ് സിനിമോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളത്. സിനിമോട്ടോഗ്രാഫി ഒരുപക്ഷെ സിനിമയുടെ ആ മൂഡിനും അതിൻ്റെ ആ മിസ്റ്ററി കീപ്പ് ചെയ്യുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ഭയങ്കര പ്രശംസനീയം. സമീപകാലത്ത് ഇറങ്ങിയതിൽ സിനിമോട്ടോഗ്രാഫിയാൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിട്ട് ഉയർ മാറാൻ എല്ലാ സാധ്യതയും. നേരത്തെ പാപ്പൻ, അതുപോലെ പൊറിഞ്ചു മറിയം ജോസൊക്കെയാണ് അജയ് ഡേവിഡ് ചെയ്തു വെച്ച സിനിമകൾ. എന്നിട്ട് ആ സിനിമയുടെ ഒക്കെ തുടർച്ച എന്ന പോലെ വളരെ ക്വാളിറ്റിയുള്ള സിനിമോട്ടോഗ്രാഫിയാണ് അദ്ദേഹം ഈ സിനിമയിലും കാഴ്ചവെച്ചിട്ടുള്ളത്. എഡിറ്റിംഗ് രഞ്ജൻ അബ്രഹാം, ഒരു പക്ഷേ ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള എഡിറ്ററാണ് രഞ്ജൻ. രഞ്ജൻ അബ്രഹാമിൻ്റെ എഡിറ്റിങ്ങും ഏതാണ്ട് ഒരു 2.25 മണിക്കൂർ നമ്മളെ പ്രേക്ഷകന് ബോറടിപ്പിക്കാത്ത വിധം പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് പുള്ളിയുടെ എഡിറ്റിങ്ങിനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ സിനിമയുടെ ഈ ടെക്നിക്കൽ സൈഡും ആ നിലയിൽ വളരെ ഒരു സിനിമയുടെ ജോണറിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം, ഈ ക്രൈം ഡ്രാമ അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പരിമിതി എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം നമുക്ക് പ്രേക്ഷകനെ അതിൻ്റെ ഒരു ഇമോഷണൽ കണക്ഷനിലേക്ക് ഹുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു എപ്പോഴും ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ് സംവിധായകരെ സംബന്ധിച്ച്. അത് പക്ഷേ സിനിമയുടെ ആദ്യ ഷോട്ട് മുതൽ ആ ഒരു കർത്തവ്യത്തിൽ പത്മകുമാർ വിജയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിനോടൊക്കെ അടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സിനിമ കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ക്ലൈമാക്സ് ആണ് സിനിമയുടെ. അപ്പോൾ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രൈം നടക്കുന്നു എന്ന് പറയുന്ന ഒരു യൂഷ്വൽ പാറ്റേണിലല്ല സിനിമയുടെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത്. ഒരു ക്രൈം നടക്കുന്നു, അതിനൊരു ഇൻവെസ്റ്റിഗേഷൻ, അതിനെ ചുറ്റിപ്പറ്റിയിട്ട് വളർന്നു വരുന്ന കഥാപാത്രങ്ങൾ, പിന്നെ സിനിമ നേരെ ഒരു സോഷ്യൽ
നേരത്തെ പറഞ്ഞപ്പോൾ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് സിനിമ നേരെ സഞ്ചരിക്കുന്നത്. അതിന് ചില സ്പോയിലർ ഉള്ളതുകൊണ്ട് അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ഞാൻ പറയുന്നില്ല. പക്ഷേ സിനിമയുടെ ടൈലൻറ്റിൽ പോലും കുറച്ചും കൂടി നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ തിയേറ്റർ വിട്ട് കഴിഞ്ഞാലും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ചില കാര്യങ്ങളും കൂടി, എലമെൻസും കൂടി സംവിധായകനും ടീമും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ജോസഫ് എന്ന് പറയുന്ന സിനിമ, അത് ജോസഫിൻ്റെ പ്രമേയം ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായ ഒരു സംഭവമായിരുന്നു. അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിലെയും ഉന്നയിച്ചിട്ടുള്ള സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം മലയാളത്തിൽ ഇത്തരം വിഷയങ്ങൾ മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമകളിൽ എല്ലാത്തിലും വന്നിട്ടുണ്ട്. ഹിന്ദിയിൽ സമീപകാലത്ത് ഇതേ വിഷയം കൈകാര്യം ചെയ്യുന്നൊരു സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സിനിമകൾ പുതിയ ഒരു ടോണിൽ പറയാനാണ് സംവിധായകൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു 1-2 പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാവുന്ന ഒന്ന്, വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ്. അത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഇമോഷണൽ എലമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ പ്രഡിക്റ്റബിലിറ്റി ഒരു പരിധിയിൽ കവിഞ്ഞൊന്നും പ്രേക്ഷകനെ മുഷിപ്പിക്കുന്നില്ല. പിന്നെ പെർഫോമൻസ് ആണ് സിനിമയുടെ ഒരു അടിത്തറ എന്ന് പറഞ്ഞത്. അഭിനയിച്ചവരെല്ലാവരും അവരവരുടെ റോളുകൾ മികച്ചതാക്കിയിട്ടുണ്ട്. റോഷൻ മാത്യു, ബൈജു, അങ്ങനെയുള്ളവരെല്ലാവരും അവരുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. എഡിറ്റിംഗ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ഒരു രഞ്ജൻ അബ്രഹാം ഈ പറഞ്ഞ പോലെ 90കളിൽ ഈ ജോലിയിലേക്ക് വന്നാണെങ്കിലും പുതിയ കാലത്ത് ഏറ്റവും ഫിക്സ് ആവുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഷാജി മാറാടിൻ്റെ ഒരു നരേഷൻ സ്റ്റൈല് ഉണ്ട്. പുള്ളി നേരത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടിയായിരുന്നു. അപ്പോൾ ഈ പോലീസ് പ്രൊസീഡിയൽ ഡ്രാമ പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട കോർട്ടാണ്. അപ്പോൾ അത് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എംപത്ത് മൂവാറിൻ്റെ മുൻ സിനിമകൾ നോക്കിയാൽ അറിയാം, അത്ര റിയലിസ്റ്റിക്കിൻ്റെ ആളല്ല പുള്ളി. കുറേ കൂടി ഒരു സിനിമാറ്റിക് ഷിക്കാർ പോലെയുള്ള സിനിമ, അതിൻ്റെ ശേഷം വന്നിട്ടുള്ള തിരുവമ്പാടി തമ്പാൻ എന്ന് പറയുന്ന സിനിമ, അതൊക്കെ കൂടുതലൊരു കൊമേഴ്ഷ്യൽ മാസ് അപ്പീലുള്ള സിനിമകളാണ്. പക്ഷേ ഇത് ഇവിടെ പുതിയ ഈ ഉയർലേക്ക് വരുമ്പോൾ ഒരു കുറച്ചും കൂടി റിയലിസ്റ്റിക് സ്വഭാവം പുള്ളി സിനിമയുടെ ഒരു സഞ്ചാരത്തിന് കൊണ്ടുവരുന്നുണ്ട്. എസ്പെഷ്യലി ഒരു ക്രൈം നടന്നു കഴിഞ്ഞാലുള്ള പോലീസിൻ്റെ പ്രൊസീഡിങ്സ്, മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ തരത്തിൽ എംപത്മകുമാറും കുറേ കൂടി റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നിട്ട് അതിൻ്റെ ഒരു എത്രത്തോളം ആ പുതിയ കാലത്തെ പ്രേക്ഷകനും കൂടി കൺവിൻസ് ആവുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു പ്രധാന ശൈലി തന്നെ ഒരു സ്ലോ ബേണിങ് ഒരു സഞ്ചാരമാണ്, ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതെത്രത്തോളം പുതിയ പ്രേക്ഷകർ കണക്റ്റ് ആവും, കാരണം വളരെ ചെറിയ ഷോർട്ട് സ്പാൻ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ കുറേ കൂടി റീലിൻ്റെ കാലത്ത്. അപ്പോൾ അത് എത്രത്തോളം തിയേറ്ററിൽ വർക്കാവും എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര പേർക്ക് വർക്കാവും, അല്ലെങ്കിൽ അതിന് എതിരെ വരുന്ന ലാഗുണ്ട് എന്ന് പറയുന്ന ക്രിറ്റിസിസം വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരാൻ സാധ്യത രണ്ടാം പകുതിയിൽ പല ഇടത്തും ഉണ്ട് സിനിമയ്ക്ക്. അതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫ്രീ ടൈം തിയേറ്ററിലിരുന്ന് കാണാവുന്ന ഒരു മികച്ച എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് കഥാപാത്രങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ചിട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ റോഷൻ മാത്യുവിനെ കൂടാതെ വിനോദ് സാഗർ, ഹരീഷ്, ശ്രുതി മേനോൻ, ഇവരുടെയൊക്കെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു ബാക്ക് ബോൺ ആയിരിക്കും. അവരവർ സ്ക്രീൻ ടൈം വളരെ കുറവുള്ള വിനോദ് തട്ടിൽ പോലുള്ള ആളുകൾ മുതൽ എല്ലാവരും അവരവരുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തവരൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇനി അങ്ങോട്ട് കൂടുതൽ അവസരങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. മറ്റൊരു സിനിമാ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. സ്നേഹപൂർവ്വം റിബിൻ.